നമസ്കാരം. പാമന്റെ ഗീത എന്ന ശീർഷകത്തിലുള്ള ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 30ാമത് ദിവസത്തേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 26ാമത് ശ്ലോകം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനാഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരുഭയോരപി. തൻ തെളിക്കുന്ന ആ ശ്രേഷ്ഠമായ രഥം, ഉത്തമമായ രഥം, ഇരു സേനകളെയും നല്ലപോലെ കാണത്തക്ക വിധം മധ്യഭാഗത്ത് നിർത്തിയിട്ട ശേഷം ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് കൗരവ പക്ഷത്തേക്ക് നോക്കാനാണ്. എന്നാൽ അർജുനനാകട്ടെ ഇരുപക്ഷങ്ങളിലേക്കുമാണ് തൻ്റെ ദൃഷ്ടി പായിക്കുന്നത്. ഇരുപക്ഷത്തെയും നോക്കിക്കണ്ട അർജുനൻ വികാരപരവശനാവുകയാണ്. അയാളുടെ മനസ്സിൻ്റെ സമനില തെറ്റുന്നത് പോലെ. വില്ലാളി വീരനെന്ന ഭാവവും യുദ്ധം ജയിക്കണമെന്ന നിശ്ചയവും ഒരു ഭാഗത്ത്, അതോടൊപ്പം അയാളുടെ മനസ്സ് നിൽക്കുന്നില്ല. മനസ്സ് ചഞ്ചലമാകുന്നു, ഇളകി മറിയുന്നു. എന്താണ് കാരണം എന്നറിയണ്ടേ? ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളെയാണ് അർജുനൻ ഇരുപക്ഷത്തും പരസ്പരം യുദ്ധം ചെയ്യാനായി മുഖാമുഖം നിൽക്കുന്നതായി കാണുന്നത്. പിതാക്കന്മാർ, പിതാമഹന്മാർ, ആചാര്യന്മാർ, അമ്മാവന്മാർ, മാതുലന്മാർ, ഭാര്യ പിതാക്കന്മാർ, ശ്വശുരന്മാർ, മക്കളും കൊച്ചുമക്കളും, കൂട്ടുകാർ എന്നിങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ടവർ. അർജുനന് ഹൃദയ ദൗർബല്യം ബാധിക്കുന്നു. വികാരങ്ങൾ അണപൊട്ടി ഒഴുകുകയാണ്. ദുര്യോധനൻ സമാനമായ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തേക്ക് മാത്രം നോക്കി അവരുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാൻ ശ്രമിച്ചത് നാം മുമ്പ് കണ്ടതാണ്. എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണൻ കൗരവപക്ഷത്തേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടിട്ട് കൂടി അർജുനൻ ഇരുപക്ഷത്തേക്കും നോക്കുന്നുണ്ട്. യുദ്ധമെന്നാൽ ഇരുപക്ഷത്തും നിലയുറപ്പിച്ചിരിക്കുന്നത് ശത്രുക്കളാകണമല്ലോ. ഇവിടെ അങ്ങനെയല്ല എന്നാണ് അർജുനൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും തൻ്റെ ബന്ധുക്കളും മിത്രങ്ങളുമാണ്. ഈ ഹൃദയ ദൗർബല്യത്തെ സ്വാമി ചിന്മയാനന്ദൻ വിശേഷിപ്പിക്കുന്നത് അർജുന രോഗം എന്നാണ്. ഗീതയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നതോ ഈ രോഗത്തിനുള്ള കൃഷ്ണ ചികിത്സ എന്നുമാണ്. നമ്മൾ ഈ ശ്ലോകത്തിലെ 1-2 പദങ്ങൾ നമുക്ക് നോക്കാം, അർത്ഥം നോക്കാം. തത്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനന്തരം, പിന്നീട്. സേനയോരുഭയോരപി എന്ന് പറഞ്ഞാൽ ഇരു സേനകളിലുമുള്ള എന്നാണ് അർത്ഥം. അപ്പം നമ്മളുള്ള ഭഗവത്ഗീതയിൽ 26ാമത്തെ ശ്ലോകം നമ്മൾ എടുത്തു വെച്ചിട്ട് തത്ര പശ്യത് എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. റെഡിയായോ? തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനാഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. നന്ദി, നമസ്കാരം.